വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വർഗീസ് കുര്യൻ. അദ്ദേഹം തൻ്റെ മകളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിമിഷ കുര്യൻ്റെ ബർത്ത്ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ മകൾക്കായി അവരുടെ കുടുംബത്തിനായും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിമിഷ മോൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളിന്ന് ഒരു ജന്മദിനം കൂടെ ആഘോഷിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുന്നു. അവളുടെ ലൈഫിനായി നന്ദി പറയുന്നു. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. സ്റ്റഡീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമായി സ്റ്റഡീസ് മുന്നിലേക്ക് പോകട്ടെ. ഭാവിയിലെ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്രദേഴ്സിനായി നിത്തിനു വേണ്ടി, നോബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും കുടുംബമായി സ്പിരിച്വലി മുന്നോട്ട് പോകുവാൻ, വളരുവാൻ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവെ, നിമിഷയെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സോ ഹാപ്പി ബർത്ത്ഡേ നിമിഷ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് തുടർന്നുള്ള പ്രോഗ്രാം നമുക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങൾ എന്ന സന്ദേശ പരമ്പരയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ദൈവം പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ വി ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്. അപ്പോൾ തന്നെ പുതിയ ശീലങ്ങൾ, ഫ്രഷായി നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇന്നലെ മുതൽ പറഞ്ഞു തുടങ്ങിയത്. വി ആർ നോട്ട് ബോൺ വിത്ത് ഹാബിറ്റ്സ്. നമ്മൾ ജനിക്കുമ്പോൾ ശീലങ്ങളൊന്നും തന്നെ നമ്മൾ ശീലങ്ങളോടുകൂടി അല്ല ജനിക്കുന്നത്. വി അക്വയർ അല്ലെങ്കിൽ വി കൾട്ടിവേറ്റ് ഹാബിറ്റ്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അറിഞ്ഞോ അറിയാതെയോ, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ സ്വയമായോ ഹാബിറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. ജനിക്കുമ്പോൾ തന്നെ ഹാബിറ്റുകളുമായിട്ടല്ല നമ്മൾ ആരും ജനിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടുള്ള തെറ്റായ ശീലങ്ങളെ ഏത് രീതിയിലും നമ്മൾ എടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് പുതിയ ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ വളരെ എളുപ്പമാണ്. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഡാനിയൽ എന്നൊരു വ്യക്തി. അദ്ദേഹം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അതിന് വലിയ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും ദൈവം അത്ഭുതകരമായി തന്നിൽ താൻ വളർത്തിയെടുത്തിരുന്ന പ്രാർത്ഥന ഹാബിറ്റിൽ, ആ പ്രെയർ ഹാബിറ്റിൽ കർത്താവിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. സങ്കീർത്തനങ്ങൾ എഴുതിയ ഒരാൾ പറയുന്നത് ഹീ പ്രേഡ് 7 times a day, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. സോ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് പലരിലും വളർത്തിയെടുത്തു. പുതിയ നിയമവിശ്വാസികൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭ ആരംഭിക്കുന്ന സമയത്ത് അവരുണ്ടാക്കിയെടുത്തൊരു ശീലമാണ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ദേ കെയിം ടുഗെദർ. ആഴ്ചയുടെ 1ാമത്തെ ദിവസം അഥവാ ഞായറാഴ്ച എല്ലാ വിശ്വാസികളും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും പരസ്പരം പ്രബോധിപ്പിക്കുകയും ആത്മീക വർധന വരുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. സോ ദേ കുഡ് ബിൽഡ് among themselves. അങ്ങനെ ഒരു വലിയ ആത്മവർദ്ധനയുടെയും സന്തോഷത്തിൻ്റെയും സെലിബ്രേഷൻ ഡേ ആയി സൺഡേ മാറാൻ തുടങ്ങി. അന്ന് അവർ തുടങ്ങി വെച്ച ആ ഹാബിറ്റ് ഇന്ന് നമ്മൾ തുടരുകയാണ്. ചില രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ഹോളിഡേ, അങ്ങനെയുള്ളവർ അവിടെ ആ ദിവസം കൂടുന്നു. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഞായറാഴ്ചയാണ് നമുക്ക് ഹോളിഡേ ആയിട്ടുള്ളത്. ഇന്നും ആ ദിവസം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഞായറാഴ്ചകളിൽ പതിവായി ആരാധനകളിൽ സംബന്ധിക്കാത്ത, പ്രാർത്ഥനകളിൽ സംബന്ധിക്കാത്ത എല്ലാവരോടും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നത് ഈ വർഷം ആ ശീലം ഉണ്ടാക്കിയെടുക്കുക. ഒരു തീരുമാനമെടുക്കുക. ഒരു ഞായറാഴ്ച പോലും ഞാൻ പ്രാർത്ഥനകളിൽ പോകാതെ ഇരിക്കുകയില്ല, ഞാൻ മുടങ്ങുകയില്ല. ആ ഒരു ശീലം ഉണ്ടാക്കുക. ഒത്തിരി പേര് എക്സ്ക്യൂസ് പറയാറുണ്ട്, ബ്രദറെ ആകെ ഒരു ഞായറാഴ്ച ദിവസമാണ്,
ഒരവധി കിട്ടുന്ന അന്ന് വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അലക്കാനുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ, അടുത്തൊരു ആഴ്ചക്കുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ എല്ലാവർക്കും കാണും. ആ ഒരു ദിവസം ഒത്തിരി നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവഴിക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ യു ആർ മിസ്സിങ് ഗോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് പലരും മറന്നു പോകുന്നു. അതുകൊണ്ട് ഈ വർഷം എവ്രി സൺഡേ ഐ വിൽ വർഷിപ്പ് മൈ ക്രിയേറ്റർ തീരുമാനിക്കുക. കേരളത്തിൽ അനേക സ്ഥലങ്ങൾ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകൾ സ്ഥാപിച്ചു വരികയാണ്. പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളെല്ലാം സ്ഥാപിച്ചു വരികയാണ്. എന്തിനെന്നറിയാമോ? എല്ലാവർക്കും ഓടി വന്ന് ദൈവിക അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്ത് പോകുവാൻ വേണ്ടി നിങ്ങൾക്ക് വരാം. സോ മടി പിടിച്ച് വീട്ടിലിരിക്കരുത്. തീരുമാനിക്കുക ഒരു പുതിയ ഹാബിറ്റ്. എവ്രി സൺഡേ ഐ എം ഗോയിങ് ടു ലുക്ക് ടു മൈ ഗോഡ്, ഐ എം ഗോയിങ് ടു വർഷിപ്പ് ഗോഡ്. വീട്ടിലിരുന്ന് ചെയ്താലും പോരെ? നോ. ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പുതിയ ശീലം വളർത്തിയെടുക്കുക. അതിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കുമിഞ്ഞുകൂടുവാൻ ദൈവം ഇടയാക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. നിലനിന്നാൽ എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു വചനം കേൾക്കുന്നതല്ല, വല്ല കാലത്തൊരു മീറ്റിങ്ങിൽ പോകുന്നതല്ല, റെഗുലറായി വചനത്തിൽ നിലനിന്നാൽ, വചനം വായിക്കുന്നതും വചനം വിശ്വസിക്കുന്നതും വചനം അനുസരിക്കുന്നതും വചനം കേൾക്കുന്നതും നിങ്ങളെ ഹാബിറ്റാക്കി മാറ്റിയാൽ, നേച്ചറാക്കി മാറ്റിയാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അതിൻ്റെ കറക്റ്റ് മീനിങ്, യു വിൽ ബിക്കം മൈ ഡിസിപ്ലിൻഡ് ഫോളോവർ. നിങ്ങൾ ഡിസിപ്ലിൻഡായി, അച്ചടക്കവും ശീലവും നല്ല ശീലങ്ങളും ഉണ്ടാക്കിയെടുത്ത് എൻ്റെ അനുയായികളായി മാറും. സോ ചുമ്മാ വചനം വായിക്കുന്നതിനെ കുറിച്ചല്ല യേശു ഇവിടെ പറയുന്നത്. വചനം വായിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് വചനം വായിക്കുന്നതും എല്ലാം നമ്മുടെ ഹാബിറ്റാക്കി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാകും. ശിഷ്യർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസിപ്ലിൻഡ് ഫോളോവർ എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിനിങ് ലൈഫിൽ നടക്കും. യേശുവിൻ്റെ ശിഷ്യനാകണോ? ലൈഫിലെ ഹാബിറ്റുകൾ, നേച്ചറുകൾ മാറണം. പലതും ദൈവം മാറ്റി ഒരു പുതിയ ഒന്നിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. 32-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സോ ഹാബിറ്റ്സിൻ്റെ ആ വില നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ഡിസിപ്ലിൻഡ് ഫോളോവറായി നമ്മൾ മാറണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. അപ്പോൾ ഈ ഒരു വർഷം ഒരു തീരുമാനം എടുക്കാം. ഞാൻ ബൈബിൾ ചുമ്മാ വായിക്കുകയല്ല, ഐ വിൽ സ്റ്റഡി ദ ബൈബിൾ. വചനത്തെ ഞാൻ പഠിക്കും. നോട്ട്ബുക്കും എല്ലാം എടുത്തു വെച്ച് വചനം വായിച്ച് ഗ്രഹിച്ച് പഠിക്കാൻ തുടങ്ങും. വചനം പഠിക്കും. പഠിച്ചാൽ മാത്രം പോരാ, വചനം ഞാൻ അനുസരിക്കും. വചനത്തിൽ ഞാൻ കാൽ ചവിട്ടി നിൽക്കും. വചനം എൻ്റെ അടിസ്ഥാനമായിരിക്കും. ആ ഒരു തീരുമാനം പുതിയ വർഷത്തിൽ എടുക്കാമോ? ദൈവം അതുപോലെ അനുഗ്രഹിക്കും. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചു നോക്കാം. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ അല്ല, കാർണൽ അല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യശക്തി ഉള്ളവയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കോട്ടകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്ട്രോങ് ഹോൾഡ്സ്, ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കോട്ടകളെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ട്രോങ് ഹോൾഡ്സ്. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ പൈശാചികമായി കോട്ടകളൊക്കെ പണിയപ്പെട്ടിരിക്കുന്നത് ആകാശത്തിൽ എവിടെയോ അഥവാ വായുമണ്ഡലത്തിലോ എവിടെയോ ആണ് ഇത് കെട്ടിയിരിക്കുന്നതെന്ന്. എന്നാൽ ഈ ഭാഗം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും, ഈ കോട്ടകൾ പണിയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നമ്മുടെ മനസ്സിനകത്തും ചിന്തകളുടെ അകത്തുമാണ് സ്ട്രോങ് ഹോൾഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത്.
തെറ്റായ സ്ട്രോങ് ഹോൾഡുകളാണ്, അല്ലെങ്കിൽ തെറ്റായ നമ്മുടെ ചിന്താഗതികളാണ് തെറ്റായ ശീലങ്ങളിലേക്ക് നമ്മെ നടത്തുന്നത്. സോ പൗലോസ് പറയുന്നത്, ഞങ്ങൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നത് സാധാരണ ലോകത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ സ്പെഷ്യൽ വെപ്പൺസ് ഉണ്ട്. ഈ വെപ്പൺസ് സ്പിരിച്വലാണ്, ആത്മീയമായ ചില ആയുധങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ആയുധങ്ങൾ കൊണ്ട് ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന വിചാരങ്ങൾ, ആശയങ്ങൾ സകലത്തെയും ഞങ്ങൾ തകർത്ത് കളയുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചീത്ത ശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് കൊണ്ടുവരുന്ന സകലത്തെയും ഇടിച്ചു കളഞ്ഞ് പുതിയ ശീലങ്ങൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഒരു തരത്തിൽ പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ കോട്ടകൾ, സ്ട്രോങ് ഹോൾസ് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തകൾ ഒരു ഹാബിറ്റായി മാറ്റപ്പെടുമ്പോഴാണ്. അത് തുടർച്ചയായി വന്ന് നമ്മുടെ ലൈഫിൽ മാറാത്ത ഒരു ഹാബിറ്റായി, ശീലമായി മാറുമ്പോൾ അതൊരു സ്ട്രോങ് ഹോൾഡായി മാറുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത് പുതിയ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ, ദൈവികമായ ശീലങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വി ഷുഡ് പുട്ട് ഓൾ അവർ എനർജി. അപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് ഫോക്കസ് ഓൺ ബാഡ് ഹാബിറ്റ്സ്. ചിലരുണ്ട്, എൻ്റെ മദ്യപാനം എങ്ങനെ നിർത്തും, എൻ്റെ പുകവലി എങ്ങനെ നിർത്തും, എൻ്റെ ഈ തെറ്റായ ശീലങ്ങൾ എങ്ങനെ നിർത്തും, അതിനെക്കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്ത് എല്ലാ ഫോക്കസും ബാഡ് ഹാബിറ്റ്സിലായിരിക്കും. എന്നാൽ അതല്ല ചെയ്യേണ്ടത്. ബാഡ് ഹാബിറ്റ്സ് ഇതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുക്കാതെ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാഡ് ഹാബിറ്റ്സ് തന്നെത്താൻ ഇല്ലാതായി പോകും. കൂട്ടായ്മയിൽ വരുന്ന, ബ്ലെസ്സിങ് സെൻറ്ററിലെ പ്രാർത്ഥനകൾ വരുന്ന അനേകർ സാക്ഷ്യം പറയുമ്പോഴാണ് ഇതിവിടെ സംഭവിച്ചുവെന്ന് ഞാൻ അറിയുന്നത്. ഉദാഹരണത്തിന്, നിരവധി മദ്യപാനികൾ ഒരുപക്ഷെ 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം, 3 വർഷം കഴിയുമ്പോഴായിരിക്കും അവർ സ്റ്റേജിൽ വന്ന് ഒരു സാക്ഷ്യം പറയുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, മദ്യപാനം മാറ്റാൻ വേണ്ടി ഉപദേശിച്ചിട്ടില്ല. എന്നാൽ ആ വ്യക്തി പ്രാർത്ഥനകളിൽ സംബന്ധിച്ചപ്പോൾ താനെ മദ്യപാനം മാറിപ്പോയി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റായ ശീലങ്ങളെ, ദുഷിച്ച ശീലങ്ങളിലേക്കല്ല നമ്മൾ ശ്രദ്ധ മുഴുവൻ കൊടുത്ത് അതിനുവേണ്ടിയല്ല പരിശ്രമിക്കേണ്ട. പകരം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി ഫുൾ എനർജി ഉപയോഗിക്കുക. അഥവാ മദ്യപാനം, പുകവലി തുടങ്ങി, ഞാനിത് എടുത്ത് എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. അതുപോലെ പല പല രഹസ്യ പാപങ്ങളും ശീലങ്ങളൊക്കെ കാണും. അതിൽ ഫോക്കസ് ചെയ്യാതെ നല്ലതിലേക്ക് വരുമ്പോൾ മറ്റേത് നമ്മൾ മറന്നുപോകും, മറ്റേത് നമ്മിൽ നിന്നും അടർന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുശീലങ്ങളുള്ളവർ ചെയ്യേണ്ടത്, അതിനുവേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആ സമയത്ത് ശ്രദ്ധ മാറ്റി നല്ലതിലേക്ക് വിടുക. ഉദാഹരണത്തിന്, ടെംപ്റ്റേഷൻ വരുമ്പോൾ, പ്രലോഭനം വരുമ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുക, ക്രിസ്ത്യൻ വേർഷിപ്പ് CD കേൾക്കാൻ തുടങ്ങുക, കുറേ നേരം പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് പോവുക, ഒരു പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ താനെ അറിയാതെ ഈ പാപപ്രവൃത്തികളെല്ലാം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ഇറ്റ്സ് എ വെരി 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 ഗുഡ് സ്റ്റെപ്പ് that you can take. ഈ ഒരു വർഷം എല്ലാ ദുശീലങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്ന ആഗ്രഹമുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശ്രമിച്ചു നോക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ മുഴുവൻ അഴുക്ക് വെള്ളം നിറഞ്ഞിരിക്കുക. നിങ്ങൾ ഈ അഴുക്ക് വെള്ളത്തെ നോക്കിക്കൊണ്ട് ഇതെങ്ങനെ കളയും, ഇതെങ്ങനെ ശുദ്ധീകരിക്കും, എങ്ങനെ ഈ ഗ്ലാസ് ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് ഈ ഗ്ലാസ് ഒരു ടാപ്പിൻ്റെ അടിയിലേക്ക് കാണിച്ചാൽ വേറൊന്നും ചെയ്യാതെ തന്നെ, അതിലുള്ള അഴുക്ക് വെള്ളം കമിഴ്ത്തി കളയാതെ തന്നെ ചുമ്മാ ടാപ്പിനടിയിൽ, നല്ല വെള്ളം വീഴുന്ന ടാപ്പിനടിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ അതിലുള്ള വെള്ളം മുഴുവൻ, നല്ല വെള്ളം വീഴുമ്പോൾ പുറത്തേക്ക് ഒഴുകി കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലാസും ക്ലീനാകും, അതിലുള്ള വെള്ളവും വൃത്തിയുള്ളതായിരിക്കും. ഇതുപോലെ നമ്മിലേക്ക് നല്ലത് ഇൻപുട്ടായി കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മിലുള്ള മോശമായത് മുഴുവൻ വെളിയിലേക്ക് പോകും. ഇറ്റ്സ് എ ഗുഡ് പ്രിൻസിപ്പിൾ ദാറ്റ് യു ക്യാൻ ഫോളോ.
ഫിലിപ്പി ലേഖനം 4:9 നമ്മൾ കാണുന്നത് പൗലോസ് പറയാ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും കൈക്കൊള്ളുകയും കേൾക്കുകയും ചെയ്തതെല്ലാം പ്രയോഗത്തിൽ വരുത്തുവിൻ, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ കാണുന്നത്, പ്രാക്ടീസ് വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് റിസീവ്ഡ് ആൻഡ് ഹേർഡ് ആൻഡ് സീൻ ഇൻ മീ. സോ പൗലോസ് അവരോട് കൂടെ ഇരുന്ന സമയത്ത് തന്നിൽ കണ്ട നല്ല ശീലങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് മോഡൽ യുവർ വേ ഓഫ് ലിവിങ് ഓൺ ഇറ്റ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിത രീതി അതനുസരിച്ച് ഒന്ന് മോഡൽ ചെയ്യുക. ഒരു റീമോഡലിംഗ് നടക്കണം ലൈഫിൽ. ആൻഡ് ദ ഗോഡ് ഓഫ് പീസ് ഓഫ് അൺട്രബിൾഡ് അൺഡിസ്റ്റർബ്ഡ് വെൽ ബീയിങ് വിൽ ബി വിത്ത് യു. അങ്ങനെയെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ അക്ഷേമവും കരുതലും അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സോ ഇന്ന് ഹൃദയത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൾട്ടിവേറ്റ് ഗുഡ് ഹാബിറ്റ്സ്, റീമോഡൽ യുവർ ലൈഫ്. ഇന്നത്തെ ലൈഫ് ഒന്ന് മാറ്റി മനഃപൂർവമായി ചില പുതിയ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. നാളെ ഇതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഇന്നത്തെ സാക്ഷ്യം നിങ്ങളെ ഒത്തിരി സ്പർശിക്കുകയും വിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ കാണുന്ന സാക്ഷ്യങ്ങളൊന്നുമല്ല, അതിനേക്കാൾ വലുത് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ഒരു വാശി, ഒരു പിടിവാശി അകത്തുണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിങ് ടുഡേയുടെ ടെസ്റ്റിമണിയാണ്. ഈ ബ്രദറിന്റെ പേര് റോബർട്ട് എന്നാണ്. ബ്ലെസ്സിങ് ടുഡേയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, തനിക്ക് നാവിലൊരു ക്യാൻസർ ഉണ്ടായിരുന്നു. ഈ നാവിൽ ക്യാൻസർ ഉണ്ടായിരുന്നിട്ട് ഏകദേശം 2009 അത് ഓപ്പറേറ്റ് ചെയ്തതാണ്. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിയൻ പറഞ്ഞു, റോബർട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന, നാവിൽ ക്യാൻസറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ അന്ന് TV പ്രോഗ്രാമിലൂടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പോലും അതിശയിച്ചു പോയി എന്നാ പറയുന്നത്. ഒരു തരത്തിലും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നതായിട്ട് അവിടെ ഇല്ല, അതുപോലെ യേശു സൗഖ്യമാക്കി എന്നാണ് റോബർട്ട് ഞങ്ങൾ പറയുന്നത്. ഈ സൗഖ്യം നടന്നത് എത്ര നാൾ മുൻപിലാണ്? ഇപ്പോൾ 2.5 കൊല്ലമായി. അതല്ല, ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ട ഈ പേര് പറഞ്ഞു എന്ന് പറയുന്നത് എത്ര നാൾ? അതിൽ പറഞ്ഞത്, ഈ അങ്കിളിന്റെ സിസ്റ്റർ ഇവിടെ, കസൻ ഇവിടെ നമ്മുടെ ചർച്ചിൽ ബിലീവറാണ്. ആ ആന്റി ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുമ്പോ ബ്രദർ പറഞ്ഞത് ആന്റി കേട്ടായിരുന്നു. ഈ അങ്കിൾ കണ്ടില്ല, TV പ്രോഗ്രാം കണ്ടില്ല. ആ ആന്റി കേട്ടിട്ട് ഈ അങ്കിളോട് പറയുമായിരുന്നു, ഇങ്ങനെ ഒരുപോലെ സംഭവം ഉണ്ടായി, വിശ്വസിച്ചോളാം പറഞ്ഞു. അങ്കിൾ വിശ്വസിച്ചു. അത് എത്ര നാൾ മുൻപാണ്? 2009 കേസാ. 2009? നോ, ബ്ലെസ്സിങ് ടുഡേയിലല്ലേ? സൂര്യ ടിവിയിൽ ഒന്നിടവിട്ട ചൊവ്വാഴ്ചകളിൽ ആ സമയത്താണ് ഈ സംഭവം നടന്നത്. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ഒരസുഖവും ഇല്ല, ക്യാൻസറിന്റെ ഒരു ലക്ഷണവും പിന്നെ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. എവിടെയാ താമസം? എവിടെയാണ്? കൊച്ചിയിലാണ്. നസ്രത്തിലാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ സൗഖ്യത്തിന്? 2009 ഏതാണ്ട് 2 വർഷമായി. 2 വർഷത്തിന് മുമ്പ് നടന്നൊരു സൗഖ്യമാണ്. ഹല്ലേലൂയ, കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൈകൾ നീട്ടി ഈ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും നന്മകളാൽ ഇവരെ നിറച്ച് യേശുവിനായി അനേകരെ നേടാൻ ഇവരെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത വർഗീസ് കുര്യനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിമിഷമോൾ, കർത്താവ് ഒത്തിരി നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക്. ആർക്കെല്ലാം വന്നു ചേരാം, നിങ്ങൾ ദൂരെയാണെങ്കിൽ പോലും ഫോർട്ട് കൊച്ചിയിൽ വന്നു ചേരുക. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വലിയ ടേണിംഗ് പോയിൻ്റായി ഒരു പുതിയ വർഷത്തിൽ
ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാറാൻ പോകുകയാണ്. ഓർക്കുക, 2012 ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത്. നിങ്ങൾ വരണം, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. ആ പരിസരങ്ങളിലും ദൂരെ നിന്നുള്ള എല്ലാവർക്കും വന്നു ചേരാവുന്ന ബസ് സൗകര്യമുള്ളൊരു സ്ഥലമാണിത്. സോ യു ഹാവ് ടു കം. അതുപോലെ മറ്റന്നാൾ കോട്ടയത്താണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ വർഷത്തെ 2ാമത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. വരണം, അനുഗ്രഹം പ്രാപിക്കണം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ദൈവികമായ വലിയ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് രോഗികൾ, ഞാനിത് പറയുമ്പോൾ കിടന്നുകൊണ്ട്, രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. വിശ്വസിക്കാമോ? വളരെ ലളിതമായി ഞാൻ പറയുകയാണ്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന. അകത്ത് വിശ്വസിച്ച് എഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. ചിലർ നല്ല തടി ഉണ്ടായിരുന്ന ചില വ്യക്തികളാണ്, പക്ഷേ രോഗത്തിന് ശേഷം വളരെ സ്കിന്നിയായി വെയിറ്റ് മുഴുവൻ നഷ്ടപ്പെട്ട് ഭയങ്കരമായി ക്ഷീണിച്ചിരിക്കുന്ന ചില വ്യക്തികൾ. എന്നാൽ കർത്താവ് നിങ്ങളുടെ ആരോഗ്യം വെയിറ്റും തിരിച്ചു തരാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലിവറിന് പ്രോബ്ലമുള്ള ചില വ്യക്തികൾ, വയറ് വല്ലാതെ വീർത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അൾസർ സൗഖ്യമാകട്ടെ. ശ്വാസകോശത്തിൻ്റെ തകരാറുകൾ, ന്യൂമോണിയ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രോങ്കൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ആമാശയത്തിനകത്തുള്ള ക്യാൻസർ, ആമാശയത്തിനകത്തുള്ള കുരുക്കൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടെല്ലിൽ നിന്നും ചില പഴുപ്പ് പോലുള്ള ചില ബാധിച്ച് വെള്ളം കുത്തിയെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. മന്ത് പോലെ കാലിൽ നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലുള്ള വേദനകൾ, രോഗങ്ങൾ സൗഖ്യമായി ഇപ്പോൾ വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ഫാദർ. ട്യൂമറുകൾ മാറിപ്പോട്ടെ, മുഴകൾ മാറിപ്പോട്ടെ, അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവിധ അലർജികളും മാറിപ്പോട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ, ഡയബറ്റീസ് മൂലം ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ. താങ്ക് യു ഫാദർ. ഉണങ്ങട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈകാലുകൾ മുറിച്ചു കളയേണ്ടി വരുമോ എന്നിവരെ സംശയിക്കുന്ന അളവിൽ ഡയബറ്റീസ് ബാധിച്ച വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ മാറി സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ല, അതുപോലെ മനസ്സങ്ങ് വീക്കായിപ്പോയി. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് ധൈര്യമുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ മാനസിക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഡബിൾ മൈൻഡഡ്നെസ്, ഇരുമനസ്സ്, ഒരു കാര്യത്തിലും ഉറച്ചു തീരുമാനിക്കാൻ കഴിയുന്നില്ല, ആ അനുഭവങ്ങൾ മാറട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായി അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കണമേ. ഈ വർഷം നന്മകളാൽ നിറയ്ക്കണമേ. എല്ലാ കടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറ്റിക്കളഞ്ഞു ഒരു പുതിയ അനുഭവത്തിലേക്ക് നടത്തുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇന്നത്തെ പ്രേക്ഷകരെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ ലൈനിൽ വിളിക്കാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും 0484222211 ഈ നമ്പറിൽ 24 മണിക്കൂർ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. തിരക്ക് കുറവുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന്, ഫോണിലൂടെ തന്നെയുള്ള കൗൺസിലിങ്ങിന് സൗകര്യമുണ്ടായിരിക്കും. മറക്കരുത്, കുറിച്ച് വയ്ക്കുക, മൊബൈലിൽ ഈ നമ്പർ സേവ് ചെയ്യുക. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ് ന്യൂ ബിഗിനിങ്സ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ കാണാം. ബ്ലെസ്സിംഗ് ടുഡേയിൽ അടുത്ത ആഴ്ച രാവിലെ 7-ന് പുതിയ ആരംഭങ്ങൾ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും അറിയേണ്ട കാര്യങ്ങൾ. ബ്രദർ ഡാമിയൻ നയിക്കുന്ന സ്പെഷ്യൽ എപ്പിസോഡുകൾ കാത്തിരുന്ന് കാണുക. പുതിയ ആരംഭങ്ങൾ.
വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹാഗായ് മുഖാന്തരം അരുളപ്പാട് ലഭിച്ച ഒരു യഹൂദ ഗവർണർ. ഓപ്ഷൻസ്: എ എസ്രാ, ബി നെഹമ്യാവ്, സി സെരുബാബേൽ, ഡി എസ്തർ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം: ഹാഗായ് മുഖാന്തരം അരുളപ്പാട് ലഭിച്ച ഒരു യഹൂദ ഗവർണർ. ഓപ്ഷൻസ്: എ എസ്രാ, ബി നെഹമ്യാവ്, സി സെരുബാബേൽ, ഡി എസ്തർ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 9959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് OM ബുക്സ് ആണ്. ഇനി നാളത്തെ ബൈബിൾ ആനിയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.